ഭാരതീയ ഇതിഹാസങ്ങളിലെ ഏറ്റവും വലിയ വിടവാങ്ങലായിരുന്നു ശ്രീകൃഷ്ണന്റേത്. കുരുക്ഷേത്ര യുദ്ധത്തിന് 36 വർഷങ്ങൾക്ക് ശേഷം ദ്വാപരയുഗം അവസാനിക്കാൻ ഒരുങ്ങിയ ആ നിമിഷം എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് നോക്കാം. തന്റെ മക്കളുടെ മരണത്തിന് കാരണക്കാരനായ കൃഷ്ണനെ ഗാന്ധാരി ശപിച്ചു. ആ ശാപവും മുനിമാരുടെ വചനങ്ങളും ഫലിച്ചു തുടങ്ങി. യാദവകുലം അഹങ്കാരികളായി മാറുകയും പ്രഭാസ തീർത്ഥത്തിൽ വെച്ച് മദ്യപിച്ച് പരസ്പരം കലഹിച്ച് അവർ ഏകദേശം പൂർണ്ണമായി നശിക്കുകയും ചെയ്തു. ബന്ധുക്കളെല്ലാം നഷ്ടപ്പെട്ട ഭഗവാൻ ഒരു മരച്ചുവട്ടിൽ യോഗനിദ്രയിലാണ്ടു. ആ സമയം കാട്ടിലെത്തിയ ജര എന്ന വേടൻ കൃഷ്ണന്റെ പാദങ്ങൾ കണ്ട് അതൊരു മാനിന്റെ ചെവിയാണെന്ന് തെറ്റിദ്ധരിച്ചു. വേടൻ തൊടുത്ത അമ്പ് കൃഷ്ണന്റെ പാദത്തിൽ തറച്ചു. താൻ ചെയ്തത് വലിയ തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞു കരഞ്ഞ വേടനെ ശ്രീകൃഷ്ണൻ ആശ്വസിപ്പിച്ചു. ഇതൊരു കർമ്മഫലമായിരുന്നു. ത്രേതായുഗത്തിൽ ശ്രീരാമനായിരുന്നപ്പോൾ മറഞ്ഞു നിന്ന് ബാലിയെ അമ്പ എയ്തിയതിന്റെ കടം കൃഷ്ണൻ ഇവിടെ വീട്ടുകയായിരുന്നു. എല്ലാം മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടതാണെന്ന് പറഞ്ഞ് ഭഗവാൻ ആ വേടന് മോക്ഷം നൽകി. തുടർന്ന് തന്റെ ഭൗതിക ശരീരം വെടിഞ്ഞ് ഭഗവാൻ വൈകുണ്ഠത്തിലേക്ക് മടങ്ങി. കൃഷ്ണൻ ഭൂമി വിട്ട നിമിഷം മുതൽ കലിയുഗം ആരംഭിച്ചു. നിമിഷങ്ങൾക്കകം സമുദ്രം കരയിലേക്ക് കയറി ദ്വാരകയെ പൂർണ്ണമായും വിഴുങ്ങി. ഒരു യുഗപുരുഷന്റെ മടക്കം അങ്ങനെ പൂർത്തിയായി. ഇതുപോലുള്ള കൂടുതൽ ചരിത്രങ്ങൾക്കായി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.